ആലപ്പുഴ ജില്ലയിലെ ചേർത്തലയ്ക്ക് സമീപമുള്ള ഒരു കടലോര ഗ്രാമമാണ് അർത്തുങ്കൽ. മത്സ്യബന്ധനമാണ് ഇവിടെയുള്ള ആളുകളുടെ പ്രധാന ഉപജീവനമാർഗം. ചരിത്രമുറങ്ങുന്ന ഒരു പുണ്യഭൂമിയാണിത്. കേരള ക്രൈസ്തവ സഭയിലെ ലത്തീൻ സമുദായത്തിൻ്റെ ആദ്യകാല കേന്ദ്രങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട സ്ഥലം കൂടിയാണ് ഇത്. കേരളത്തിലെ അറിയപ്പെടുന്ന ക്രൈസ്തവ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് ഇവിടം. അർത്തുങ്കലിൻ്റെ ചരിത്രം ആവിർഭവിക്കുന്നത് ഇങ്ങനെയാണ്. മധ്യകാലഘട്ടത്തിൽ നിലവിലുണ്ടായിരുന്ന ഒരു നാട്ടുരാജ്യമായിരുന്നു മൂത്തേടം. മൂത്തേടത്തിൻ്റെ തലസ്ഥാനമായിരുന്നു അർത്തുങ്കൽ. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കേരളത്തിൽ ബുദ്ധമതം ശക്തി ആർജിച്ചിരുന്ന സമയത്ത് ഇവിടെ ഒരു ബുദ്ധക്ഷേത്രം ഉണ്ടായിരുന്നത്രേ. ബുദ്ധമതത്തിൽപ്പെട്ടവരെ അർഹതനെന്നും അവരുടെ ആരാധനാലയത്തെ കല്ലെന്നും പറഞ്ഞിരുന്നു. അതാണ് അർഹതൻ കല്ല്. അത് പിന്നീട് ലോപിച്ചാണ് ഈ സ്ഥലം അർത്തുങ്കലായതെന്നും പറയപ്പെടുന്നു. പോർച്ചുഗീസ് മിഷണറിമാരാണ് ഇവിടെ ഇന്ന് കാണുന്ന പഴയ പള്ളി നിർമ്മിച്ചത്. നാനാജാതി മതസ്ഥരായ ആയിരക്കണക്കിന് ആളുകൾ വരുന്ന ഒരു വിശുദ്ധ സ്ഥലമാണിത്. 1498 വാസ്കോഡ ഗാമയുടെ വരവിനെ തുടർന്ന് 16-ാം നൂറ്റാണ്ടിൽ കേരളത്തിൽ പോർച്ചുഗീസ് മിഷണറിമാരും വന്നെത്തി. 1560 അർത്തുങ്കലിൽ ഒരു പള്ളി നിർമ്മിക്കുന്നതിന് പോർച്ചുഗീസ് മിഷണറിമാർ കൊച്ചി രാജാവിന് നിവേദനം നൽകി. മിഷണറിമാരുടെ പ്രവർത്തനങ്ങളെ മാനിച്ചുകൊണ്ട് അർത്തുങ്കലിൽ ഒരു പള്ളി പണിയാൻ 1581 രാജാവ് അനുമതി നൽകി. അന്ന് ഇവിടെ പണി കഴിപ്പിച്ച ദേവാലയം തടികളും തെങ്ങോലയും കൊണ്ടാണ് നിർമ്മിച്ചത്. ആ വർഷം റവറൻ ഫാദർ ഗാസ്പർ പയസ് SJ സ്വതന്ത്ര മിഷന്റെ പ്രഥമ വികാരിയായി അർത്തുങ്കലിൽ ചുമതലയേറ്റു. ഈ ദേവാലയം സെന്റ് ആൻഡ്രൂസ് ദേവാലയം എന്ന് നാമകരണം ചെയ്യപ്പെട്ടു. 1583 നവംബർ 30 രാജാവിൻ്റെ പ്രാദേശിക ഭരണാധികാരിയായ മൂത്തേടത്ത് കൈമൾ രാജാവിൻ്റെ പ്രതിനിധിയായി വിശുദ്ധ അന്ത്രയോസിന്റെ തിരുനാളിൽ പങ്കെടുത്തു. അർത്തുങ്കലിൻ്റെ അപ്പോസ്തലൻ എന്ന് പിൽക്കാലത്ത് അംഗീകരിക്കപ്പെട്ട ഫാദർ ജേക്കോമോ ഫിനീഷ്യോ എന്ന ഇറ്റാലിയൻ വൈദികൻ 1584 ഇവിടെ വികാരിയായി ചുമതലയേറ്റു. 26 വയസ്സ് മാത്രം പ്രായമുള്ള ആ യുവ വൈദികൻ കല്ലും കുമ്മായവും കൊണ്ട് ഒരു പുതിയ പള്ളിയുടെ നിർമ്മാണം ആരംഭിച്ചു. 7 കൊല്ലം കൊണ്ടാണ് ആ പള്ളിയുടെ പണി പൂർത്തിയായത്. 1601 അദ്ദേഹം കോഴിക്കോട്ടേക്ക് സ്ഥലം മാറിപ്പോയെങ്കിലും 1619 വീണ്ടും അർത്തുങ്കലിൽ വികാരിയായി വന്നു. അർത്തുങ്കൽ നിവാസികൾ അദ്ദേഹത്തെ ആദരവോടെ വെളുത്തച്ഛൻ എന്നാണ് വിളിച്ചിരുന്നത്. അദ്ദേഹത്തിന് പല ദിവ്യശക്തികളും ഉണ്ടായിരുന്നതായി തദ്ദേശവാസികൾ വിശ്വസിച്ചിരുന്നു. 33 വർഷം അർത്തുങ്കലിൽ സേവനമനുഷ്ഠിച്ച അദ്ദേഹം 1632 അന്തരിച്ചു. അദ്ദേഹത്തിന്റെ മൃതശരീരം അർത്തുങ്കൽ പള്ളിയിൽ അടക്കം ചെയ്തിരിക്കുന്നു. അർത്തുങ്കൽ പള്ളി വിശ്വപ്രസിദ്ധമായത് വിശുദ്ധ സെബസ്ത്യാനോസിന്റെ നാമധേയത്തിലാണ്. 1575 ഇറ്റലിയിലെ മിലാനിൽ ഒരു പകർച്ചവ്യാധി പൊട്ടിപ്പുറപ്പെട്ടു. അവർ തങ്ങളുടെ ദേവാലയത്തിലെ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ തിരുസ്വരൂപവുമായി തെരുവീഥികളിലൂടെ പ്രദക്ഷിണം നടത്തി. അതിൻ്റെ ഫലമായി ആ സാംക്രമിക രോഗം അവിടെ നിന്നും അപ്രത്യക്ഷമായി. ഇതിനുള്ള ഉപകാരസ്മരണയ്ക്കായി വിശുദ്ധ സെബസ്ത്യാനോസിന്റെ തിരുസ്വരൂപവുമായി ലോകം ചുറ്റാമെന്ന് അവർ നേർച്ച നേർന്നെങ്കിലും അവർ അത് വിസ്മരിച്ചു. എന്നാൽ വർഷങ്ങൾക്ക് ശേഷം വീണ്ടും അവിടെ പകർച്ചവ്യാധി ഉണ്ടായതിനെ തുടർന്ന് അവർ വിശുദ്ധന്റെ തിരുസ്വരൂപവുമായി കപ്പലിൽ യാത്ര ആരംഭിക്കുകയും ചെയ്തു. ഈ കപ്പൽ കേരള തീരത്തുകൂടി പോകുമ്പോൾ അർത്തുങ്കലിന് സമീപം എത്തിയപ്പോൾ കടൽക്ഷോഭം ഉണ്ടാവുകയും ആ കപ്പലിന്റെ കപ്പിത്താന് വിശുദ്ധ സെബസ്ത്യാനോസിന്റെ തിരുസ്വരൂപം ആ തീരത്തുള്ള പള്ളിയിൽ സ്ഥാപിക്കണമെന്ന് സ്വപ്നത്തിൽ ദർശനമുണ്ടാവുകയും ചെയ്തു. അതിൻ പ്രകാരം കപ്പൽ തീരത്തോടടുപ്പിക്കുകയും വിശുദ്ധന്റെ സ്വരൂപം
അർത്തുങ്കൽ തീരത്തുള്ള കുരിശടിയിൽ സ്ഥാപിക്കുകയും ചെയ്തു. 1647 ജനുവരി 20 ഈ തിരുസ്വരൂപം അർത്തുങ്കൽ പള്ളിയിലേക്ക് മാറ്റി സ്ഥാപിച്ചു. 1910 ഇപ്പോഴത്തെ പുതിയ പള്ളിയുടെ പണി ആരംഭിക്കുകയും 1967 പൂർത്തീകരിക്കുകയും ചെയ്തു. പഴയ പള്ളി ഇന്നും അതിൻ്റെ തനിമയോടെ നിലനിൽക്കുന്നു. ഈ പള്ളിയിൽ വച്ചാണ് കേരളത്തിൻ്റെ ആദ്യ വിശുദ്ധനായ ചാവറ അച്ഛൻ പൗരോഹിത്യം സ്വീകരിച്ചത്. അർത്തുങ്കൽ പള്ളിയുടെ ദീർഘകാല ചരിത്രവും പാരമ്പര്യവും, കേരള തീരത്തിൻ്റെ വിശ്വാസ വളർച്ചയുടെ സ്ഥിരാകേന്ദ്രം, പ്രമുഖ തീർത്ഥാടന കേന്ദ്രം എന്നീ കാര്യങ്ങൾ പരിഗണിച്ച് 2010 ബസലിക്കയായി ഉയർത്തി. എല്ലാ വർഷവും ജനുവരി 10 ആരംഭിക്കുന്ന വിശുദ്ധ സെബസ്ത്യാനോസിന്റെ തിരുനാളിൽ പങ്കെടുക്കുന്നതിന് ലോകത്തിന്റെ നാനാ ദിക്കുകളിൽ നിന്നും ലക്ഷക്കണക്കിന് തീർത്ഥാടകർ അർത്തുങ്കലിൽ എത്തിച്ചേരുന്നു. അർത്തുങ്കൽ പള്ളിയും ശബരിമലയുമായി ബന്ധപ്പെട്ട ഒരു ഐതിഹ്യം നിലവിലുണ്ട്. അർത്തുങ്കൽ വെളുത്തച്ഛൻ മുഹമ്മയിലുള്ള ചീരപ്പഞ്ചിറ കളരിയിൽ കളരിപ്പയറ്റ് അഭ്യസിച്ചിരുന്നു. അവിടെ വെച്ച് പന്തള രാജകുമാരനായ അയ്യപ്പനുമായി സൗഹൃദത്തിലായി എന്നും തന്നെ കാണാൻ വരുന്ന ഭക്തർ തൻ്റെ സഹോദരനായ വെളുത്തച്ഛനെയും ചെന്ന് കാണണം എന്ന് അയ്യപ്പൻ പറഞ്ഞതായുമാണ് ഈ ഐതിഹ്യം. പ്രദേശവാസികളായ അയ്യപ്പ ഭക്തരിൽ പലരും ശബരിമല ദർശനം കഴിഞ്ഞ് ഇവിടെ വന്ന് മാലയൂരുന്ന പതിവ് ഇന്നും നിലവിലുണ്ട്. സ്വാമി അയ്യപ്പനും ഫാദർ ഫിനീഷ്യയും തമ്മിലുള്ള സൗഹൃദത്തിന്റെ ഓർമ്മ പുതുക്കലെന്നോണം ഇന്നും അയ്യപ്പ ഭക്തന്മാർ മണ്ഡലകാലത്ത് ഇവിടെ വരികയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. എല്ലാ വർഷവും ജനുവരി 10 മുതൽ 27 വരെയാണ് വിശുദ്ധ സെബസ്ത്യാനോസിന്റെ തിരുനാൾ ആചരിക്കുന്നത്. തദ്ദേശവാസികൾക്കിടയിൽ ഈ തിരുനാൾ മകരം പെരുന്നാൾ എന്നാണ് അറിയപ്പെടുന്നത്. ജനുവരി 10 വൈകുന്നേരം 4 മണിക്ക് തിരുനാൾ ആരംഭിക്കുന്നത് അറിയിച്ചുകൊണ്ട് നിരവധി കതിനകൾ പൊട്ടിക്കും. ഈ സമയം തദ്ദേശവാസികൾ ആർപ്പ് വിളിക്കും. ഇത് കേൾക്കുന്ന അയൽ ദേശക്കാരും ഇത് ഏറ്റുവിളിക്കും. നിമിഷ നേരം കൊണ്ട് ഈ ആർപ്പ് വിളി തെക്ക് പുന്നപ്ര വരെയും വടക്ക് ചെല്ലാനം വരെയും എത്തും. ജനുവരി 18 പ്രഭാതത്തിൽ നട തുറക്കുന്നതിനെ തുടർന്ന് തീർത്ഥാടക പ്രവാഹം ആരംഭിക്കും. അന്നു മുതൽ തദ്ദേശവാസികളായവർ അവർക്ക് വിശുദ്ധനിൽ നിന്നും ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് നന്ദി സൂചകമായി അവരുടെ വീടുകളിൽ നിന്നും നേർച്ചയായി അമ്പ് എഴുന്നള്ളിക്കും. ചെണ്ട, ബാൻഡ് മേളങ്ങൾ ഇതിന് അകമ്പടിയുണ്ടാവും. മുൻകാലങ്ങളിൽ പരിചമുട്ട്, കോൽക്കളി തുടങ്ങിയ കലാരൂപങ്ങളും ഇതോടൊപ്പം ഉണ്ടാകും. തിരുനാൾ ദിനങ്ങളിൽ കത്തോലിക്ക സഭയിലെ വിവിധ റീത്തുകളിൽ നിന്നുള്ള വൈദികരുടെ നേതൃത്വത്തിൽ അവരുടെ ക്രമപ്രകാരമുള്ള ദിവ്യബലി ഇവിടെ അർപ്പിക്കപ്പെടും. ഒരു ദിവസം വിശുദ്ധ കുര്യാക്കോസ് ഏലിയാസ് അച്ഛനെ അനുസ്മരിച്ച് ചാവറ ദിനമായി ആചരിക്കപ്പെടുന്നു. ജനുവരി 20 പ്രധാന തിരുനാളിനോടനുബന്ധിച്ച് വിശുദ്ധന്റെ തിരുസ്വരൂപവും വഹിച്ചുകൊണ്ട് കടൽത്തീരം വരെ പ്രദക്ഷിണം നടത്തും. ഈ സമയം അനേകം പരുന്തുകൾ ഈ വഴിയിലുടനീളം വട്ടം ചുറ്റി പറന്നുകൊണ്ടിരിക്കുന്ന കാഴ്ച കാണാം. ദിനംതോറും നിരവധി തീർത്ഥാടകരാണ് വിശുദ്ധന്റെ സന്നിധിയിൽ ദർശനത്തിനെത്തുന്നത്. അർത്തുങ്കൽ ബസലിക്ക ഇന്ന് വിശ്വപ്രസിദ്ധമായ ഒരു തീർത്ഥാടന കേന്ദ്രമാണ്. എല്ലാ വ്യാഴാഴ്ചകളിലും വിശുദ്ധ സെബസ്ത്യാനോസിന്റെ നൊവേന നടത്തപ്പെടുന്നു. ഇതിൽ പങ്കെടുക്കുന്നതിന് ജാതിമത ഭേദമന്യേ നിരവധി പേർ എത്താറുണ്ട്. ബസലിക്കയായി ഉയർത്തപ്പെട്ടതിന് ശേഷം വലിയ വികസനമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. പഴയ പള്ളി അതിൻ്റെ തനിമയോടെ നവീകരിക്കുകയും പുതിയ പള്ളി മോടി പിടിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. പള്ളിയുടെ ഇരുവശങ്ങളിലുമായി ജപമാല രഹസ്യങ്ങളെ അനുസ്മരിപ്പിക്കുന്ന മനോഹരമായ ഗ്രോട്ടോകൾ നിർമ്മിച്ചിരിക്കുന്നു. തീർത്ഥാടകർക്കുള്ള വിശ്രമ കേന്ദ്രവും പാർക്കിംഗ് ഏരിയ ഉൾപ്പെടെ
മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളും സജ്ജീകരിച്ചിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ ഗുണഫലമായി ഈ നാടും അതിവേഗം പുരോഗമിക്കുന്നു.